വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകിയതിന്റെ പേരിൽ ജുനൈദിന്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് റെയ്ഡ്. മനുഷ്യത്വമാണ് ഇവിടുത്തെ പ്രശ്നം, ഒരിക്കലുമല്ല മതം തന്നെയാണ്. അതേടാ, ഒരു തലമുറയെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് കിടന്നിട്ട് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം യുവതികളെയും യുവാക്കൾക്കും വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്ത് അദ്ദേഹത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് വിളമ്പി കൊടുത്ത അദ്ദേഹത്തിനൊക്കെ എന്തിന്റെ കുഴപ്പമായിരുന്നല്ലേ. ഈ ഒരു സമരം വിജയിച്ചിട്ട് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഇദ്ദേഹത്തിനെ തന്നെ നോട്ടമിട്ട് ഇദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ വേഷം കണ്ടിട്ടാകാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി കണ്ടിട്ടാകാം. ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഇതെല്ലാം ഇദ്ദേഹം ചെയ്തതിന്റെ സാമ്പത്തിക സ്രോതസ്സാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ആ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തപ്പോൾ സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നിട്ട് കുന്നുപോലെ ഭക്ഷണങ്ങള് ഫ്രീ ആയിട്ട് അവർക്ക് വിതരണം ചെയ്തപ്പം അതിന്റെയൊക്കെ സ്രോതസ്സുകൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മറന്നുപോയോ? ഇതൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോൾ വർഗീയ വിഷങ്ങൾ മാത്രം തുപ്പുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിലും നീതിക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടമായിട്ട് ഉറച്ചു നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്.